പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവും ഉൽപ്രാവണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. ഈ ലോകത്തെ ഭൂരിഭാഗം വചന അധ്യാപകരും പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ കാലത്തിനു മുമ്പ് യേശുക്രിസ്തു രഹസ്യമായിട്ട് വന്ന് വിശ്വാസികളെല്ലാം എടുത്തുകൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യമാണ്. താഴെ എഴുതിയ കാര്യങ്ങൾ വായിക്കാം. ഉൽപ്രാവണത്തെക്കുറിച്ചുള്ള, അതായത് റാപ്ചറിനെ കുറിച്ചുള്ള പ്രതീക്ഷ കൊടുക്കുന്നതാണ് ഭൂരിഭാഗം സുവിശേഷകരുടെയും പണസമ്പാദനത്തിനുള്ള തുറുപ്പുചീട്ട്. അതിനായി ഇവർ എടുത്തു കാണിക്കുന്ന ചില വചനങ്ങൾ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും നോഹയെയും കുടുംബത്തെയും രക്ഷിച്ച സംഭവവും, ലോത്തിൻ്റെ കാലത്തെ തീമഴയിൽ നിന്നും ലോത്തിനും കുടുംബത്തിനും ലഭിച്ച രക്ഷയുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉൽപ്രാവണത്തിന് സമാനമാണ് എന്നാണ് ഇവരുടെ വാദം. ഇത് പണ്ടേ മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈയിടെയായിട്ട് ഒരു വചനാധ്യാപകൻ ശക്തമായിട്ടുള്ള രീതിയിൽ റാപ്ചറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി എടുക്കാൻ കാരണം. എന്നാൽ ഇവരുടെ ഈ സംസാരം ഒരു കെണിയാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആ വചനം നമുക്കെടുക്കാം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 8-ാം വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. And he said, Take heed that ye be not deceived, for so many shall come in my name, saying, I am Christ, and the time draweth near, go ye not therefore after them. ഇതിൽ പറയുന്നത് സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വരും, അവരെ പിന്നാലെ പോകരുതെന്ന് പറയണേ. ഇപ്പം തന്നെ യേശുക്രിസ്തു വന്ന് എടുത്തുകൊണ്ട് പോകുന്നു പറയുന്നത് തെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞ വാക്യങ്ങളാണ് ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു, ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത്. പിന്നെ അടുത്ത വായിക്കാം. ദൈവമക്കൾക്ക് അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് രക്ഷയുണ്ടാകുമെന്ന് വെളിപ്പാട് 3:10 ലൂക്ക 21:36 1 തെസ്സലോനിക്ക 5:4-5 മറ്റു പല വചനങ്ങളിലും പറയുന്നുണ്ട്. വെളിപ്പാട് 3:10 പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റാപ്ചറിൽ കൂടി എടുക്കുന്നതല്ല പറയണേ, ആ കഷ്ടത്തിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റാപ്ചറാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. പിന്നെ ലൂക്ക 21:36 വായിക്കാം. 1 തെസ്സലോനിക്ക 5:4-5 വായിക്കാം. ഓക്കെ. ലൂക്ക 21:36 ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അത് ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ആ നേരത്ത് നമുക്ക് രക്ഷ വേണം, അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ റാപ്ചറിന് വേണ്ടിയിട്ടല്ല. 1 തെസ്സലോനിക്കർ 5:4-5 എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. അതായത് ആ കഷ്ടകാലം വരുന്നത് ദൈവം നമ്മളെ അറിയിക്കും, കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കഷ്ടം നമ്മളെ ബാധിക്കില്ല എന്ന് ഇവിടെ പറയുന്നത്. നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, റാപ്ചറായിട്ടല്ല ഇവിടെ പറയുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയല്ലേ വെളിപ്പാട് പുസ്തകം 3:10 നമ്മൾ കാണുന്നത്. ആ വചനം ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ രക്ഷയെ ദുരുപദേശകർ ഉൽപ്രാവണത്തിൽ കൂടിയാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശു പറയുന്നത് വരാൻ പോകുന്ന കഷ്ടകാലത്തെ രക്ഷയെക്കുറിച്ച് ഭൂമിയിലെ സാധാരണ ജനങ്ങൾ, അതായത് അവിശ്വാസികൾ ബോധവാന്മാരായിരിക്കില്ല എന്നാണ്. മത്തായി 24:39 അത് പറയുന്നത്. ഒന്ന് നോക്കാം. 24:39 എഴുതിക്കണേ. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല, മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അത് കഷ്ടം എല്ലാം കഴിഞ്ഞതോടുകൂടി എല്ലാവരും ചത്തുപോയി. അത് ജലപ്രളയം വന്ന് എല്ലാവരെയും മുക്കിക്കളയോളം അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്നാണ് പറയണേ. വിശുദ്ധ പൗലോസ് 1 തെസ്സലോനിക്കർ 5:3 ഇത് തന്നെ പറയുന്നുണ്ട്. അത് വായിക്കാം. 1 തെസ്സലോനിക്കർ 5:3 വായിക്കാം. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. ഉൽപ്രാവണം അന്തിക്രിസ്തുവിൻ്റെ കാലത്തെ എല്ലാ കഷ്ടങ്ങളും തീർന്ന് യേശുക്രിസ്തുവിൻ്റെ വരവിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. മത്തായി 24:29-31 പറയുന്നുണ്ട്. അത് നോക്കാം. മത്തായി 24:29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോകണം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ
സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മധ്യാകാശത്തിലെ യേശുക്രിസ്തുവിൻ്റെ അടയാളം കാണുന്നത്. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃദ്ധന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇതാണ് ഈ പുനരുദ്ധാനവും ഉൽപ്രാണവും നടക്കുന്ന അതിനെപ്പറ്റി ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ 31-ാമത്തെ വാക്യം. പിന്നെ മറ്റു വായിക്കാം. ഉൽപ്രാവണത്തെക്കുറിച്ച് മത്തായി 24:31 ലൂക്ക 17:34 പറഞ്ഞിട്ടുള്ളതിനാൽ നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തെ കഷ്ടങ്ങളിൽ നിന്നുമുള്ള താൽക്കാലിക രക്ഷ ഉൽപ്രാവണം പോലെയാണെന്ന് ദുരുപദേശകർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മത്തായി 24:31 നമ്മൾ നേരത്തെ വായിച്ചതാണ്. ലൂക്ക 17 വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 34 മുതൽ 36 വാക്യങ്ങളിലും ഇത് തന്നെ പറയുന്നുണ്ട് റാപ്ചറിനെ കുറിച്ച്. ലൂക്കോസ് 17:34 മുതൽ 36 വരെ. ആ രാത്രി 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് കുടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇതാണ് ഈ റാപ്ചർ എന്ന് പറയുന്നത്. അതേസമയം മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് റാപ്ചറും ഉണ്ട്, പുനരുദ്ധാനമുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കാലത്തെ നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തെ കഷ്ടങ്ങളുമായാണ് വരാൻ പോകുന്ന അന്ത്യക്രിസ്തുവിൻ്റെ കാലത്തെ കഷ്ടങ്ങളുമായി യേശു താരതമ്യം ചെയ്തത്. നോഹയ്ക്കും ലോത്തിനും അവരുടെ കുടുംബത്തിനും ഭാഗികമായ രക്ഷ മാത്രമാണ് ലഭിച്ചത്. അത് നമുക്കറിയാലോ. നോഹയുടെ മക്കളാണ് ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും. ഈ ലോകത്ത് എല്ലാവർക്കും രക്ഷയുണ്ടോ? വളരെ കുറച്ച് പേർക്ക് മാത്രമല്ലേ ഉള്ളൂ. ഉൽപ്രാവണത്തിൽ കൂടി പൂർണ്ണ രക്ഷയാണ് ലഭിക്കുന്നത്. ഉൽപ്രാവണം കഷ്ടങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. കഷ്ടമെന്ന് വേറെ, അത് കഴിഞ്ഞിട്ടാണ് ഉൽപ്രാവണം ഉണ്ടാകും. അപ്പോൾ ഉൽപ്രാവണവും കഷ്ടമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരതങ്ങനെ റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അവർക്ക് പറ്റുന്ന തകരാറ് എന്ന് പറയുന്നത്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ രക്ഷിക്കപ്പെട്ട മനുഷ്യരിലും അവരെ തലമുറക്കാരിലും വളരെ ചെറിയ ഒരു വിഭാഗം മനുഷ്യർക്ക് മാത്രമേ യഥാർത്ഥ രക്ഷ, അതായത് ആത്മരക്ഷ ലഭിക്കുന്നുള്ളൂ. നോഹയുടെ മകനായ ഹാമിൻ്റെ മകൻ കനാൻ നോഹയാൽ ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി 9:25 അത് പറയുന്നുണ്ട്. വചനം ഇവിടെ എഴുതിയിട്ടില്ല. ഇതുപോലെ ലോത്തിൻ്റെ തലമുറയിലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറുകയും പെൺമക്കൾ അപ്പനുമായി പാപം ചെയ്ത് ശപിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നോഹയുടെയോ ലോത്തിൻ്റെയോ കാലത്തെ സംഭവങ്ങളെ ഉൽപ്രാവണവുമായി, അതായത് റാപ്ചറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് കാര്യത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വിശദീകരണം.